ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ ഫയൽ റിവീലിംഗ് ആണ്. ഞാനങ്ങനെ അധികം ആർക്കും നോക്കാൻ കൊടുക്കാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ ഒരു ഫയലാണിത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ റിസാല മാഗസിനാണ്. ഇതിൽ എൻ്റെ ഒരു കവിതയുണ്ട്. അപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ആദ്യമായിട്ട് ഒരു മാഗസീനിലേക്ക് ഒരു കവിത അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കവിത പബ്ലിഷ് ചെയ്ത് വന്നു. അപ്പോൾ ആദ്യമായിട്ട് തന്നെ മാഗസീനിൽ ആ കവിത വന്നതുകൊണ്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ കവിത, പണക്കൊതി എന്നാണ് പേര്. അപ്പോൾ എൻ്റെ പേരും എല്ലാം വെച്ചിട്ട് ആ കവിത നമ്മുടെ റിസാല മാഗസീനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു കവിത ഒരു മാഗസീനിൽ പബ്ലിഷ് ചെയ്ത് വരുന്നത്. അപ്പം അത് ഞാനൊരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഉള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പേഴ്സാണ്. അതായത് നമ്മുടെ അക്ഷരമുറ്റം, പഠിപ്പുര, അതിലൊക്കെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ വരുമല്ലോ. അപ്പോൾ ചാർലി ചാപ്ലിനെ കുറിച്ചും അങ്ങനെ നമുക്ക് വേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോഴല്ല കുറച്ച് നാൾ മുന്നേ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് അടങ്ങിയ ന്യൂസ് പേപ്പേഴ്സാണത്. ഇത് ഞാൻ വരച്ചൊരു ഡ്രോയിങ് ആണ്, കുറച്ച് നാളായി വരച്ചിട്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വരച്ചൊരു പടമാണിത്. അതൊരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു പഠിപ്പുര, നമ്മുടെ കുറച്ച് നോളജ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത്. പിന്നെ എൻ്റെ ഒരു ബർത്ത്ഡേക്ക്, എൻ്റെ കഴിഞ്ഞേണ്ട അങ്ങേ ബർത്ത്ഡേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വരച്ചു തന്ന എൻ്റെ പടമാണിത്. അപ്പോൾ ഇത് പാളിപ്പോയി എന്നൊക്കെ പുള്ളിക്കാരി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരുവിധം എൻ്റെ ഒരു സാമ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇത് ഞാൻ എൻ്റെ കുഞ്ഞിലെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചതാണ്. പക്ഷേ സംഭവം ഞാൻ കൊടുത്തില്ല. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കി വെച്ച ഒരു ഇതാണ് 10 റീസൺസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ലവ് ചെയ്യാനുള്ള ആ ഒരു 10 റീസൺസ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി ഞാൻ ഫയലിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോയിൻറ്റ്സ് ഞാൻ കാണിച്ചു തരാം. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, യു ആർ മൈ വേൾഡ്, യു മേക്ക് മീ ലാഫ്, അങ്ങനെ കുറച്ച് ഒരു 10 റീസൺസ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഉള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു അത്. അത് ഞാൻ കുറേ നാളായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിലിപ്പോൾ ഇങ്കൊക്കെ പോയി അതിലെ കളറൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും ഞാനതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ആ ഫയലിലുണ്ടായിരുന്നത് നമ്മുടെ DC ബുക്സിൽ കഴിഞ്ഞ തവണ ഒരു ഇത് കൊടുത്തല്ലോ, ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട്, നിനക്കായി പ്രണയപൂർവ്വം എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു ബുക്കാണത്. ഞാൻ അവരുടെ കൂപ്പൺ വെച്ചിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ആ ബുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 2 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ ഫയലിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇനി ഇത് എൻ്റെ 5ലോ 6ലോ അല്ലെങ്കിൽ ഒരു 7 ഞാൻ UP പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ടീച്ചർ ഞാൻ ക്വിസിന് ജയിച്ചത് കൊണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഒരു മാപ്പ്. അപ്പോൾ മിസ് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും തരട്ടെ എന്ന് പറഞ്ഞിട്ട് അത് തന്നതാണ്. പിന്നെ എൻ്റെ 10ലെ ഹോൾ ടിക്കറ്റാണ് കാണുന്നത്. അപ്പം 10ലെ ഹോൾ ടിക്കറ്റ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 10ലെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഫുൾ A+ കിട്ടി. അപ്പോൾ ആ ഒരു നോട്ടീസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം അതിനകത്ത് എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചു. പിന്നെ കേരള സാഹിത്യ അക്കാദമിയിലേക്ക് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ക്യാമ്പിന്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അവിടെ കഴിച്ച് ഞാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി. അത്രയും വലിയൊരു സ്ഥാപനത്തിൽ നിന്നല്ലേ. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടിയ കവറ്, പിന്നെ അതേപോലെ 1 രൂപയുടെ ഒരു നോട്ട്. ഇത് നമ്മുടെ ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് സെക്കൻഡ് ഉണ്ടായിരുന്നു. അപ്പം ന്യൂസ് പേപ്പറിലൊരു കട്ടിങ് എന്നെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എൻ്റെ +2ലെ ഹോൾ ടിക്കറ്റാണ്. ഇത് കേരള സാഹിത്യ അക്കാദമിയിൽ നമ്മുടെ ശില്പശാല ക്യാമ്പിന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നോട്ട് പാഡാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ആ പടം വരച്ചെന്ന കൂട്ടുകാരി എനിക്ക് ചെയ്തു തന്നൊരു ഗിഫ്റ്റാണ്. അപ്പോൾ എനിക്ക് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ കുറച്ച് ഡയറി മിൽക്ക് കവേഴ്സ്, അത് അധികം പഴക്കമൊന്നും ഇല്ല. അത് എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പം ഡയറി മിൽക്ക് കവർ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എംപ്ലോയ്മെൻറ്റ് കാർഡ്, അപ്പോൾ അതെന്തെങ്കിലും ഉപകാരപ്പെടുത്തേന്ന് വെച്ച് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാണ്. അപ്പോൾ 2 അറയുണ്ട്. ഇപ്പോൾ 2ാമത്തെ അറയിൽ നമുക്ക് നോക്കാം. അതിൽ ആദ്യം സ്ക്രൈബ് എഴുതാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാമും ഡിഗ്രിയുടെ ഈ ഒരു സ്ക്രൈബ് എഴുതുന്ന ടൈമും ഒരുമിച്ച് വന്നതുകൊണ്ട് അത് ഞാൻ എഴുതിയിരുന്നില്ല. അപ്പോൾ ആൻറ്റി കുറച്ച് പ്രിൻ്റൊക്കെ തന്ന് അത് ഞാൻ അതേപോലെ വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഉപകാരമൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ പണ്ട് നടക്കുന്ന ക്വിസ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ പ്രിൻ്റ് എടുത്ത് കൈ വയ്ക്കും. പിന്നെ നിനക്കായി പ്രണയപൂർവ്വം DCന്ന് കിട്ടി, അതിൻ്റെ 2 കോപ്പി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതേപോലെ ക്യുസിൻ്റെ കുറേ പ്രിൻ്റ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രാന്താണ്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ പാകിസ്ഥാനി ഡ്രാമകൾ ഒരുപാട് കാണുന്ന ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ എഴുതി വെച്ചേക്കാണ്.
ഞാൻ എഴുതുന്ന ഒരു സ്റ്റോറിയാണ് അസുരൻ്റെ വധു. അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സും അതേപോലെ തന്നെ പാകിസ്ഥാനി ഡ്രാമയിലെ ക്യാരക്ടേഴ്സൊക്കെ ഞാൻ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു വട്ടാണ്. പിന്നെ ഇത് എൻ്റെ ടെൻത്തിലല്ല പ്ലസ് ടുവിലെ ഫോട്ടോ ആണ്. പിന്നെ ഇതെൻ്റെ 10th സ്കൂളിലെ ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ഗ്രൂപ്പ് ഫോട്ടോ ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫയലിലാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത് എൻ്റെ 10th ട്യൂഷൻ സെൻറ്ററിലെ ഗ്രൂപ്പ് ഫോട്ടോ ആണ്. പിന്നെ ഉണ്ടായിരുന്ന NCCയുടെ, അപ്പോൾ പ്ലസ് ടുവിൽ ഞാൻ NCCക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ NCCയുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്. ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങ് മൂലയ്ക്ക് നിന്ന ഒരു നീളം കുറഞ്ഞ ആ ഒരു കുട്ടിയാണ് ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ശില്പശാലയുടെ അവിടുന്ന് ഞാൻ 2 നോട്ട് പാഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ അവിടുത്തെ കഥയുടെ കാര്യങ്ങളും കവിതയുടെ കാര്യങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞു തന്ന നോട്ട്സ് ഒക്കെ ഇതിനകത്താണ് കുറിച്ച് വെച്ചിരുന്നത്. അപ്പം അവിടെ നമുക്ക് വലിയ വലിയ റൈറ്റേഴ്സ് പറയുന്ന കാര്യങ്ങളല്ലേ, അപ്പോൾ അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ന്യൂസ് പേപ്പേഴ്സ്, എൻ്റെ ഫോട്ടോ വന്നിട്ടുള്ള കുറേ ന്യൂസ് പേപ്പേഴ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് അക്ഷരമുറ്റം, ദേശാഭിമാനി അക്ഷരമുറ്റം സ്റ്റോറി റൈറ്റിങ്ങിൽ ഈ കഴിഞ്ഞ ഇയർ കിട്ടിയതാണ്. ജില്ലാ തലത്തിൽ 2ാം സ്ഥാനമായിരുന്നു. ഇത് അതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഒരു +1 പഠിച്ചപ്പോൾ എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡ് കിട്ടിയ ഫോട്ടോ ആണ്. ന്യൂസ് പേപ്പറിൽ വന്നതാണ് അക്ഷരമുറ്റം. ദേശാഭിമാനി ന്യൂസ് പേപ്പറിൽ. ഇതും അതേപോലെ തന്നെ ദേശാഭിമാനിയുടെ എനിക്ക് ജില്ലാ ലെവലിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ ഉള്ള സ്റ്റോറി റൈറ്റിങ്ങിൻ്റെ ഫസ്റ്റ് കിട്ടിയപ്പോൾ ഉള്ള കട്ടിങ്ങാണിത്. ആദ്യമായിട്ടായിരുന്നു എൻ്റെ ഫോട്ടോ അന്ന് ന്യൂസ് പേപ്പറിൽ വരുന്നത്. അപ്പോൾ ഞാൻ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ 10ൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി കൊണ്ട് കാലിഗ്രഫി ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വരപ്പിക്കാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് കുത്തിക്കുറിച്ച് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം ഞാൻ എൻ്റെ ഫയലിൽ സൂക്ഷിക്കാറുണ്ട്. ഇത് ഞാൻ +1 പഠിക്കുന്ന സമയത്ത് കലോത്സവത്തിന് പോയപ്പോൾ അവിടെ ഒരു ന്യൂസ് പേപ്പർ അതിൻ്റെ മീഡിയക്കാർ വന്നിട്ട് അവർ നമ്മളെ നിർത്തി ചെയ്യിപ്പിച്ചതാണ്. പിന്നെ കുറച്ച് കോളേജിലെ ഫോം, അതേപോലെ ഒരു മാപ്പ്, അത്രയൊക്കെ ഉള്ളൂ. ബൈ.